അവകാശ സംരക്ഷണ യാത്ര എന്ന പേരിൽ കഴിഞ്ഞ മാസം 29-ാം തീയതി കാഞ്ഞങ്ങാട് വിശ്വകർമ്മ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ച് ഇന്നാണ് ഇവിടെ തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. ഈ 7-8 ദിവസങ്ങളിൽ ഞങ്ങൾ കുറച്ചുപേർ കേരളം മുഴുവനും സഞ്ചരിച്ചു, തലങ്ങും വിലങ്ങും സഞ്ചരിച്ചു. സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയെന്ന് വെച്ചാൽ വളരെയേറെ സ്വീകരണങ്ങൾ. ഓരോ ജില്ലയിലും 2-3 സ്ഥലങ്ങളിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ആരാണ് വിശ്വകർമ്മജർ എന്നുള്ളത് കേരളത്തിലെ മുഴുവനും അറിയിച്ച് വിശ്വകർമ്മ സംഘടനയുടെ കൂട്ടായ്മയായിട്ടുള്ള വിശ്വകർമ്മ ഐക്യവേദിക്ക് മാത്രമേ ഇതിന് കഴിഞ്ഞുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. വിശ്വകർമ്മ എന്നുള്ള വിഭാഗത്തിൻ്റെ അവകാശങ്ങൾ ഇന്നതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും വളരെ ഉച്ചത്തിൽ വിളിച്ചു പറയാൻ ഓരോ ജംഗ്ഷനിലും പറയാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഞങ്ങളുടെ ചില അവകാശങ്ങൾ പറയാനായിരുന്നു പോയത്. അവകാശ സംരക്ഷണ യാത്ര എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. വിശ്വകർമ്മജർ എന്നറിയപ്പെടുന്ന കേരള ജനസംഖ്യയിലെ ഹിന്ദു വിഭാഗത്തിൻ്റെ 3-ാം സ്ഥാനത്തുള്ള വിശ്വകർമ്മജർ 35 ലക്ഷം കൃത്യമായിട്ട് വരുന്ന, അതിന് മുകളിലേ വരൂ, 35 ലക്ഷത്തോളം വരുന്ന വിശ്വകർമ്മജർ, കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ 10% വരുന്ന വിശ്വകർമ്മജർ, അവർക്ക് എന്താണ് ഈ സർക്കാരുകൾ നൽകിയത് ഇത്രയും കാലം? ആ നൽകാതിരിക്കുന്ന കാര്യത്തിൽ 2 സർക്കാരും, LDF സർക്കാരും UDF സർക്കാരും ഒരുപോലെയാണ്. 140 MLA-മാരുള്ള നമ്മുടെ നിയമസഭയിൽ എത്ര പേർ വിശ്വകർമ്മജരുണ്ടെന്ന് നിങ്ങൾ തിരക്കിയിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവതലമുറയൊന്നും അതിനെക്കുറിച്ച് തിരക്കുന്നില്ല. വിശ്വകർമ്മയോ ആശാരിയോ മൂശാരിയോ കൊല്ലനോ തട്ടനോ അതൊന്നും ഞങ്ങൾക്ക് അറിയണ്ട. പക്ഷെ അവരറിയണം. കാരണം ദിവസം കഴിയും തോറും ജാതിയുടെ അവസ്ഥ കൂടി വരികയാണ്. ജാതി തിരക്കേണ്ടവർ തിരക്കുന്നു, ജാതി അടിസ്ഥാനത്തിൽ ജോലി നേടേണ്ടവർ നേടുന്നു, ജാതി അടിസ്ഥാനത്തിൽ എന്തൊക്കെ വിദ്യാഭ്യാസവും തൊഴിലുമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങളും നേടേണ്ടവർ നേടുന്നു. അവരൊക്കെ ജാതി പറയും. വിശ്വകർമ്മജന് ജാതി പറയാൻ വലിയ പ്രയാസമാണ്. വിശ്വകർമ്മജർക്ക് എത്ര MLA ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? 0. ഒരു MLA പോലും ഇല്ല, ഒരു മന്ത്രി പോലും ഇല്ല. MLA ആയാലല്ലേ മന്ത്രിയാവാൻ പറ്റൂ. MLA ആവണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാർ നിർത്തണ്ടേ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ എന്ത് പേര് പറഞ്ഞ് വിശ്വകർമ്മജനെ ഉയർന്നിലോട്ട് പോകാത്ത രീതിയിൽ തടഞ്ഞ് വിടാമോ, തള്ളിയിടാമോ, ആ രീതിയിൽ തള്ളിയിടുകയാണ്. അക്കാര്യത്തിൽ ഇവിടുത്തെ LDF-ഉം UDF-ഉം BJP ഒക്കെ ഒരുപോലെയാണ്. ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് കേരളത്തിലെ വിവിധ രാഷ്ട്രീയ സമവാക്യങ്ങൾ നമ്മുടെ സമുദായ സംഘടനകളെ തങ്ങളുടെ കൈപ്പിടിയിൽ ഒതുക്കി നിർത്തിക്കൊണ്ട് പിടിച്ചു വലിച്ചു മാറ്റിയതിൻ്റെ ഫലമാണ് ഇത്തരത്തിൽ ഒരു ഐക്യ സംഘടന തുടർന്നു കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നത്. എന്നാൽ അതിന് മാറ്റം വരുത്തിക്കൊണ്ട് 2020 വിശ്വകർമ്മ സർവീസ് സൊസൈറ്റിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ വെച്ച് കൂടിയ ഏതാണ്ട് 30ഓളം സംഘടനകൾ ഒരുമിച്ച് ചേർന്ന് രൂപീകൃതമായ ഒരു ഐക്യ സംഘടനയാണ്, അല്ലെങ്കിൽ ഐക്യ സ്വഭാവമുള്ള ഒരു കൂട്ടായ്മയാണ് വിശ്വകർമ്മ ഐക്യവേദി. ഒട്ടനവധി പ്രവർത്തനങ്ങൾ ഈ ഐക്യവേദിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഐക്യവേദി നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരമാണ് മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ വർഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളിൽ 1000-ലും 1500-നും ഇടയ്ക്ക് വിവിധ രാഷ്ട്രീയ സമവാക്യങ്ങൾ വിശ്വകർമ്മജരെ പരിഗണിച്ചത്. അതിലൊരു 400-450 വിശ്വകർമ്മജരെ നമുക്ക് വിജയിപ്പിച്ചെടുക്കുവാൻ സാധിച്ചു. ഇതാ വരുന്നുണ്ട്. അടുത്തതായിട്ട് ഇന്ത്യാ തലത്തിൽ വിശ്വകർമ്മജരും അനുബന്ധ സമുദായങ്ങളും കൂടെ ചേർത്തുകൊണ്ട് 2005 മുതൽ നടത്തിയ ആ സംഗ്രാം, നമുക്കൊരു മന്ത്രാലയം വേണം, ആ മന്ത്രാലയത്തിന്റെ അധീനതയിൽ വിശ്വകർമ്മ യോജന വരണം, അതിനു വേണ്ടുന്ന പ്രൊജക്ടുകളും പ്രൊപ്പോസൽസും നീങ്ങണമെങ്കിൽ ഒരു മന്ത്രാലയം വേണമെന്നുള്ള ആ ഒരു നീതിയുമായിട്ട് കഴിഞ്ഞ കാലത്തിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും ഭാരതത്തിൽ മൊത്തമുള്ള വിശ്വകർമ്മജർ ഒരുമിച്ച് വിശ്വകർമ്മരുടെ പരിഭാഷയിൽ വരുന്ന 19 ജാതിയും കൂടി ഒരു കുടക്കീഴിൽ വന്നുകൊണ്ട് ഇവർക്കെല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലുള്ള ഒരു സംവിധാനം കെട്ടിപ്പടുക്കാൻ ഗവൺമെൻറ്റിനെ ബാധ്യപ്പെടുത്താൻ ഇന്ത്യയിലുള്ള എല്ലാ വിശ്വകർമ്മരും കൂടി ഒരുമിച്ച് വീണ്ടും കൂടാനുള്ള ഒരു അവസരം വരുന്നുണ്ട്.
എനിക്ക് നിങ്ങളോടെല്ലാം അഭ്യർത്ഥിക്കാനുള്ളത്, താഴ്മയായിട്ട് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ്. ഒറ്റ ലക്ഷ്യം, ഏക സംഘടന എന്നുള്ളത് നല്ലതായിരിക്കാം. ഇവിടെ ഈ വിശ്വകർമ്മ ഐക്യവേദിയും IPP ഒന്നാകാൻ പോവാണ്. വിശ്വകർമ്മ ഐക്യവേദിയും IPPയും ഒന്നാകാൻ പോവാണ്. നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക, ഒരു സർക്കാരിനും സംവരണം തോന്നിവാസം കൊടുക്കാൻ പറ്റില്ല. കാരണം ജനാധിപത്യം മുന്നോട്ട് നടത്തുന്നത് ഭരണഘടനയിലൂടെയാണ്. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 14-18 പ്രത്യേകം പറയുന്നുണ്ട്. കാരണം ഒരു സർക്കാരിനും സംവരണം തോന്നിവാസം കൊടുത്താൽ നമുക്ക് സുപ്രീം കോടതി നമുക്കത് കേസ് ഫയൽ ചെയ്യാം. അങ്ങനെ പല കാരണങ്ങളുണ്ട്. ശങ്കരൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വിശ്വകർമ്മനെ ക്രീമി ലെയറിൽ നിന്ന് മാറ്റണ്ട എന്ന് കേസ് കൊടുത്ത് NSS എനിക്കറിയാവുന്നത്. അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ, ഈ കേരളത്തിലെ മൂന്നാമത്തെ പ്രബല സമൂഹം ഹിന്ദു സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി മുന്നോട്ട് വരണമെങ്കിൽ നമ്മളെല്ലാം ഒന്നാകണം. അതാണ് വിശ്വകർമ്മ ഐക്യവേദിയുടെ ലക്ഷ്യം, അതാണ് IPPയുടെ ലക്ഷ്യം. കേരളത്തിൽ വിശ്വകർമ്മജന്റെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇത്രയും ഗംഭീരമായ രീതിയിൽ 14 ജില്ലകളിൽ കൂടി കടന്നുപോയി 7 ദിവസങ്ങൾ കൊണ്ട് കടന്ന് 14 ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ഒരു ജാഥ വിശ്വകർമ്മജന്റെ ചരിത്രത്തിൽ ഇല്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്രയും പ്രാധാന്യം അറിയിക്കുന്ന ഈ ജാഥ ഇന്നിവിടെ തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ ഈ ജാഥയുടെ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്ന KK ചന്ദ്രൻ സാറ്, അതുപോലെ ഉദ്ഘാടനം ചെയ്ത വിശ്വനാഥൻ ആചാരി ഛത്തീസ്ഗഡ്, ഈ ജാഥ ക്യാപ്റ്റനും വിശ്വകർമ്മ ഐക്യവേദിയുടെ ചെയർമാനുമായ ശ്രീ ഡോക്ടർ B രാധാകൃഷ്ണൻ സാർ, ജാഥ മാനേജർ ശ്രീ വിഷ്ണുഹരി, അങ്ങനെയുള്ള മുഴുവൻ നേതാക്കൾക്കും ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ജാഥ കേരളത്തിൽ വിശ്വകർമ്മജന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ചരിത്രപ്രധാനമായ ജാഥയായി മാറട്ടെ. ഈ ജാഥ കൊണ്ട് ഒരുപക്ഷെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിൽ, ഭരണ സംവിധാനത്തിൽ ഒരു പ്രത്യേക മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇനിയുള്ള കാലങ്ങളിൽ അങ്ങനെയുള്ള ഒരു മാറ്റത്തിന് ഇതൊരു തുടക്കമാകട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്. വിശ്വകർമ്മരുടെ അവകാശങ്ങൾ എന്തെല്ലാമാണെന്ന് കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം വരുന്ന വിശ്വകർമ്മ സമൂഹത്തെയും അതോടൊപ്പം തന്നെ മറ്റിതര വിഭാഗത്തെയും അറിയിക്കുന്നതിന് കൂടിയിട്ടാണ് ഈ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചരിത്രത്തിൽ ഈ രീതിയിലൊരു ജാഥ സംഘടിപ്പിക്കുന്നതിനോ വിശ്വകർമ്മജരുടെ അവകാശ ആനുകൂല്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിനോ ആരും നാളിതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറായതാണ് ഡോക്ടർ B രാധാകൃഷ്ണൻ സാറിൻ്റെ നേതൃത്വത്തിലുള്ള വിശ്വകർമ്മ ഐക്യവേദി. നമ്മുടെ സംസ്ഥാനത്ത് ചെറുതും വലുതുമായിട്ടുള്ള ഒട്ടനവധി സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവരെല്ലാം തന്നെ വിശ്വകർമ്മ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രയോജനത്തിന് വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ കൂടിയും ഇതുവരെ വിശ്വകർമ്മ സമൂഹത്തിന് പ്രയോജനകരമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിനോ ആ രീതിയിലേക്കൊരു ചർച്ച ഭരണ സിരകളിൽ എത്തിക്കുന്നതിനോ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് നാം നമുക്ക് വേണ്ടി നേടിയെടുക്കേണ്ട ആനുകൂല്യങ്ങളെ കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ട് കേരളത്തിൽ ഉടനീളം കാസർഗോഡ് മുതൽ ഈ തിരുവനന്തപുരം വരെ 14 ജില്ലകളും കവർ ചെയ്തുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ നാടിനെ മുഴുവൻ അറിയിച്ചുകൊണ്ട് ഈ ഒരു പ്രചരണ ജാഥ ഇവിടെ ഇന്ന് അവസാനിക്കുന്നത്.